ഹലോ ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് കൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ബ്രിഡ്ജിങ് കോഴ്സിനെ പറ്റിയാണ്. മാൾട്ടയിൽ നമുക്ക് എങ്ങനെ ബ്രിഡ്ജിങ് കോഴ്സ് ചെയ്യാം, എങ്ങനെ മാൾട്ടയിൽ RN ആവാം എന്നുള്ള കാര്യത്തിലാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കോളേജിൽ നിന്ന് ട്രാൻസ്ക്രിപ്റ്റ് കിട്ടാറുണ്ട്. ആ ട്രാൻസ്ക്രിപ്റ്റിൽ പ്രാക്ടിക്കലും തിയറി അവേഴ്സും അലോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. തിയറി അവേഴ്സ് വരുന്നത് 1533ഉം പ്രാക്ടിക്കൽ അവേഴ്സ് വരുന്നത് 2300ഉമാണ്. നെക്സ്റ്റ് റിക്വയർമെൻറ്റ് വരുന്നത് നമുക്ക് IELTS-ഉം OET-യുടെ സ്കോറാണ്. IELTS മിനിമം 6ഉം OET സ്പീക്കിങ്ങിൽ Bയും അതർ മൊഡ്യൂൾസിൽ C+ ആണ്. പിന്നെ ഇനി ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ എത്ര മാസം എടുക്കും ബ്രിഡ്ജിങ് ചെയ്യാൻ, എത്ര ഫീസാണ് ഇതിൻ്റെ വരുന്നതെന്നാണ്. അപ്പം നോർമലി ഇവർ പറയുന്നത് 6 months ആണ് ഒരു ബ്രിഡ്ജിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടത്. 4 months നമ്മുടെ തിയറിയും 2 months ഇവർ പ്ലേസ്മെൻറ്റും കാര്യങ്ങളും ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. പിന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, കോഴ്സ് ഓഫ്ലൈനായിട്ടും നമുക്ക് ചെയ്യാം. ഷിഫ്റ്റ് അനുസരിച്ച് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഫീസ് സ്ട്രക്ചർ പറഞ്ഞാൽ ടോട്ടൽ 4400 euros ആണ് നമുക്ക് വരുന്നത്. ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റിൽ 2200 euros നമ്മൾ പേ ചെയ്യണം. പിന്നെ നമുക്ക് സാലറിയിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് മന്തിൽ 500ഉം ബാക്കി ഒരു 10 months 150 euros വെച്ച് കട്ട് ചെയ്യാറുണ്ട്. ഇത് MCAST അല്ലാണ്ട് നമ്മൾ നോർമലി ചെയ്യുന്ന യൂണിവേഴ്സിറ്റിനെ പറ്റിയാണ് പറയുന്നത്. ഹെൽത്ത് മാർക്കിൻ്റെ അണ്ടർ നമ്മൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് 2400 euros നമ്മുടെ കമ്പനി തന്നെ നമുക്ക് സ്കോളർഷിപ്പായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, 2 years നമ്മൾ കോൺട്രാക്റ്റ് സൈൻ ചെയ്യണം. ആ 2 years കോൺട്രാക്റ്റ് നമ്മൾ സൈൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് തിരിച്ച് 2000 euros നമുക്ക് തിരിച്ച് അവർ തരുന്നതായിരിക്കും. അതല്ല നമ്മുടെ കോൺട്രാക്റ്റ് ബ്രേക്ക് ചെയ്ത് നമ്മൾ വേറെ സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അവർ തന്ന ആ സ്കോളർഷിപ്പ് നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരും. ആ ഒരു കണ്ടീഷൻ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്ത് പാർക്കിൻ്റെ അണ്ടർ അത് കിട്ടും, ബ്രിഡ്ജിങ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പറയാൻ പോകുന്നത്, നമ്മൾ ബ്രിഡ്ജിങ് ചെയ്യുന്ന മുമ്പ് ഡാറ്റ ഫ്ലോ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ നഴ്സിംഗ് സർട്ടിഫിക്കറ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് മാൾട്ട എംബസിയിൽ നിന്നൊക്കെ നമ്മൾ ഒരു വെരിഫിക്കേഷൻ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ MCAST യൂണിവേഴ്സിറ്റിയിൽ എവറി 2 months പുതിയ ബാച്ച് തുടങ്ങാറുണ്ട്. ഇപ്പോൾ സെപ്റ്റംബറിലാണെങ്കിൽ ഒരു ബാച്ച് തുടങ്ങിയെങ്കിൽ 2 മാസം കഴിഞ്ഞ് അടുത്ത ബാച്ച് തുടങ്ങാറുണ്ട്. അത് നമുക്ക് വാരി ചെയ്യും. MCAST-ഉം IDL-ഉം 2 യൂണിവേഴ്സിറ്റിയിലും നമുക്ക് പല സമയത്താണ് ബ്രിഡ്ജിങ് ചെയ്യാൻ പറ്റുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് മാൾട്ടയെ പറ്റി അറിയാനോ നേഴ്സിംഗ് റിലേറ്റഡ് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, ബൈ.